മനുഷ്യരെപ്പോഴാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഹോപ്പ്, പ്രതീക്ഷ നഷ്ടമാകുമ്പോൾ അല്ലേ? നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടതും അത് തന്നെയാണ്. നിങ്ങൾ ഓട്ടിസം, സെർബർ പാൾസി, ഡൗൺ സിൻഡ്രോം തുടങ്ങിയ ഇൻ്റലക്ച്വലി ഡിസബിലിറ്റിയുള്ള കുട്ടികളെയും അവരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള വലിയ തുക കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടുന്ന രക്ഷകർത്താക്കളുടെ വേദനയും അറിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിടയ്ക്ക് കണ്ണൂർ തലശ്ശേരിയിൽ ഞങ്ങളൊരു ക്ലാസ് എടുക്കുവാനായിട്ട് പോയി. 2015 മുതൽ അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ബൈറൂഹ ഫൗണ്ടേഷൻ്റെ ആപ്റ്റെ എന്ന യുവാക്കളുടെ പ്രോജക്റ്റിനായിട്ട് എക്സാം പ്രിപ്പറേഷൻ്റെ ക്ലാസ് എടുക്കുവാനായിട്ടാണ് പോയത്. അപ്പോഴാണ് ഇവർക്ക് മറ്റൊരു ദൈവികമായ പ്രൊജക്റ്റ് കൂടി ഉണ്ടെന്നറിഞ്ഞത്. ഹോപ്പ് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ. കുട്ടികളിലെ ബിഹേവിയർ ഡെവലപ്മെൻറ്റ് പ്രോബ്ലംസ് തുടക്കത്തിലേ മനസ്സിലാക്കി ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടോ എന്ന് കണ്ടെത്തി അവർക്ക് ആവശ്യമുള്ള സ്പീച്ച് തെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി, സൈക്കോളജിക്കൽ സപ്പോർട്ട്, ഫിസിയോതെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നിവ തികച്ചും സൗജന്യമായി നൽകുന്ന ഒരു ഇടം. നമ്മളെ ഭിന്നശേഷിക്കാരായിട്ട് ഒതുക്കാനല്ല, ഭിന്നശേഷിക്കാരനെ സമൂഹത്തിലേക്ക് എങ്ങനെ ഉയർത്താം എന്നുള്ളതിൻ്റെ ഏറ്റവും അധികം എഫേർട്ട് എടുക്കുന്ന കേരളം മാതൃകയാക്കേണ്ട ഒരു സ്ഥാപനമാണ്. എന്തൊക്കെയാണോ മറ്റ് സ്ഥലങ്ങളിൽ കുറവുള്ളതെന്ന് കണ്ടെത്തിയിട്ട് അത് ഇവിടെ നൽകണമെന്ന് ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അച്ഛൻ ഇവിടെയുണ്ട്. അതോടൊപ്പം ഇവിടെയുള്ള തെറാപ്പിസ്റ്റുകൾ അവരാസ്വദിച്ചാണ് ഈ ജോലി ചെയ്യുന്നതെന്ന് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാകും. അവർ പങ്കുവെച്ച എന്താണെന്നറിയോ? ഞങ്ങളിവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം മറക്കും. ഈ കുട്ടികളോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം, അവരുടെ വളർച്ചയും. ഈ രക്ഷകർത്താക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ എത്രമാത്രം വേദന കടിച്ചമർത്തിയായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത്തരത്തിലൊരു പ്രതിസന്ധി കുട്ടിക്കുണ്ടായപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നവർ, ഇത്തരത്തിലുള്ളൊരു കുട്ടിയാണെന്നറിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചു പോയ പങ്കാളിയുള്ളവർ, ഉള്ള 3 കുട്ടികൾക്കും ഓട്ടിസം ബാധിച്ച് വേദന അനുഭവിക്കുന്നവർ, അവരൊക്കെ ഇതിനിടയിലുണ്ട്. ക്വാളിറ്റിയിൽ 1% പോലും കോംപ്രമൈസ് ചെയ്യുവാൻ ബൈറൂഹ തയ്യാറല്ലത്രേ. ആർക്കും തന്നെ 1 മിനിറ്റ് പോലും വൈകുവാൻ അധികാരമില്ല. സൗജന്യമായി നൽകുന്നതാണെങ്കിലും ഈ കുട്ടികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ഭംഗിയായി ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. ഹോപ്പിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ കൂടെ ഞങ്ങളുമായി പങ്കുവെച്ചു കേട്ടോ. ഇപ്പോൾ 120 കുട്ടികൾക്കാണ് പരിശീലനം നൽകിയെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന ഒരിടം അത് തലശ്ശേരിയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴുള്ള ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്ററിനെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററാക്കി മാറ്റി കുട്ടികളെ ടേസ്റ്റ് മനസ്സിലാക്കി അതനുസരിച്ചുള്ള വൊക്കേഷണൽ ട്രെയിനിങ് കൊടുത്ത് ഭാവിയിൽ ജോലി സാധ്യത ഒരുക്കുക എന്നുള്ള വലിയ ലക്ഷ്യവുമായി ഹോപ്പ് മുന്നോട്ട് കുതിക്കുന്നു. കൂടുതൽ പേർക്ക് പ്രതീക്ഷയാകട്ടെ, നാട്ടിൽ നന്മ നിറയ്ക്കുവാനാകട്ടെ ഹോപ്പ് പ്രൊജക്റ്റിനും ബൈറൂഹ ഫൗണ്ടേഷനും.